ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡി വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനിയാണ് ബയോകോൺ ലിമിറ്റഡ്. ഞാൻ ഈ കമ്പനിയുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 1.5-2 മാസത്തോളമായി ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്തു എനിക്ക് ആ ഒരു ഇൻഡസ്ട്രീസിനെ കുറിച്ച്. അപ്പം ബയോകോൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവരുടെ ബിസിനസ് എന്താണ്? ഇവരൊരു ലീഡിംഗ് ബയോ ഫാർമസ്യൂട്ടിക്കൽ ലീഡർ എന്ന് തന്നെ പറയാം, ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് തന്നെ പറയാം ഈ ബയോകോൺ ലിമിറ്റഡിനെ. അപ്പം ഇവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, എവിടെയാണ് ഇത് സെല് ചെയ്യുന്നത് ഇവർ, അതുകൊണ്ട് എന്താണ് പിന്നെ പബ്ലിക്കിന് എന്താണ് ഉപകാരം കിട്ടുന്നത്, ആൻഡ് വാട്ട് എൽസ്, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പം ഇവർ ഏകദേശം ഇന്ത്യയിലെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ കൂടി 120ഓളം ഫോറിൻ കൺട്രീസിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. അത്രയ്ക്കും വലിയൊരു ഫോറിൻ പ്രസൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഫസ്റ്റ് തിങ്. ഓക്കെ. സെക്കൻഡ്ലി, ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻ ഇവർക്ക് ലോ കോസ്റ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രയും വലിയ ലീഡിങ് പ്രസൻസ്, ഇത്രയും ഗ്ലോബലായിട്ട് ഇത്രയും പ്രസൻസ് ആവേണ്ട കാരണം അതുതന്നെയാണ്. കാരണം ഇവർ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണ്? ബയോസിമിലേഴ്സ് ഇവരുടെ അടുത്തുണ്ട്. ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കാണുന്നുണ്ട് 3 ബയോസിമിലർ മോളിക്യൂൾസ് അല്ലേ. ഇറ്റ് ഈസ് among the world top 15 bio manufacturing company, only Indian company to get a FDA approval for 3 biosimilar molecules. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇൻസുലിൻ എന്നൊരു പദം എനിക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. നമുക്ക് ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി മനസ്സിലായല്ലോ, ഇവരുടെ അടുത്ത് ബയോസിമിലേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ജനറിക് മെഡിസിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ആവശ്യമുള്ള മെഡിസിനുകൾ ഉണ്ടാക്കുന്ന, അതും ലോ കോസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ബയോകോൺ ലിമിറ്റഡ്. അപ്പോൾ ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഹൈലി സിമിലർ കോപ്പി ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബയോളജിക്കൽ ഡ്രഗ്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബയോളജിക്കൽ ഡ്രഗിന്റെ പേറ്റന്റ്ഷിപ്പ് തീർന്നു പോകുമ്പോൾ, എക്സ്പയറി ആയി കഴിയുമ്പോൾ അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുക, ബേസിക്കലി അതാണ് ബയോസിമിലേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉപകാരം? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ലോ കോസ്റ്റിൽ കമ്പയർഡ് വിത്ത് ദ റെഫറൻസ് പ്രോഡക്റ്റ്, ദീസ് ഓപ്പർച്യൂണിറ്റീസ് ആർ ബേസ്ഡ് ഓൺ 2 ഫാക്ടേഴ്സ്. ഡെവലപ്പിംഗ് എ ബയോസിമിലർ കോസ്റ്റ് ലെസ് ദാൻ എ റെഫറൻസ് ബയോളജിക്കൽ പ്രോഡക്റ്റ്. ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെ ചെറിയ എഫേർട്ട് മാത്രം മതി. കാരണം ഓൾറെഡി അവരുടെ അടുത്ത് ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള അതിന്റെ ഒരു കോപ്പി മാത്രമാണ് ഇവർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതിന്റെ അപ്രൂവൽസും ഇവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലോ കോസ്റ്റിൽ ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് റിക്വയർസ് മച്ച് ലെസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ദാൻ ദെയർ റെഫറൻസ് ബയോളജിക്സ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരുപാട് പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അപ്രൂവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതേ മെഡിസിനെ തന്നെയാണ് അവർ അതിന്റെ ഒരു ഐഡന്റിക്കൽ കോപ്പി അവരുണ്ടാക്കുന്നതും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതും. ദാറ്റ്സ് കോൾഡ് ബയോസിമിലേഴ്സ്. അവരുടെ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് എന്താണ്? ജനറിക് മെഡിസിൻസിലും അവരുണ്ട്. എന്താണ് ജനറിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ? ജനറിക്സ് ആർ സ്മോൾ മോളിക്യൂൾ ഡ്രഗ്സ് മെയ്ഡ് ഫ്രം കെമിക്കൽസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ്. ഓക്കെ. ബയോസിമിലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ കോംപ്ലെക്സ് ആൻഡ് കം ഫ്രം ലിവിംഗ് സോഴ്സസ്. ജനറിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്മോൾ മോളിക്യൂൾസ് വെച്ചിട്ടുള്ള സിമ്പിൾ സ്ട്രക്ചേഴ്സിൽ വരുന്ന മെഡിസിൻസിനാണ് ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബയോകോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലാർജസ്റ്റ് ബിസിനസ് ഇൻ ഇന്ത്യ. ഓക്കെ. ലാർജസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറർ ആണ് ഇവര്. ഓഫറിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് അഫോർഡബിൾ മെഡിസിൻസ് ബേസിക്കലി. ഓക്കെ. അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അതിലും ആ ഒരു സെഗ്മെന്റിലും അവരുണ്ട്. അതിൽ തന്നെ അവര് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് API ടെക്നോളജി വെച്ചിട്ടാണ് അവര് ജനറിക് മെഡിസിൻസിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് അവരുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. അതുകൂടാതെ അവർക്ക് റിസർച്ച് സർവീസുകളും ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്ലോബൽ ആയിട്ടുള്ള മറ്റുള്ള കമ്പനികൾക്ക് റിസർച്ച് ചെയ്തിട്ട് അവർക്കുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ബേസിക്കലി പുതിയൊരു മെഡിസിൻ ഉണ്ടാക്കണോ, എന്തെങ്കിലും വേണോ, റിസർച്ച് ചെയ്യണോ, അതിനുള്ള ഫെസിലിറ്റീസും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കും. അതിന് അവരൊരു ഫീസ് ചാർജ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കുറെ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബയോകോൺ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ഓവറോൾ ഒരു ഐഡിയ കിട്ടി, എന്താണ് അവരുടെ ബിസിനസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അവരൊരു ബയോ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറർ ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ. സോ ഇനി ഈ ഒരു പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് എന്താണ് ഇവരുടെ ബിസിനസ്? ശരിക്കും പറഞ്ഞാൽ എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവരുടെ മുമ്പിലുള്ളത്? ഞാനൊരു കുറച്ച് കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ ഡയബറ്റീസ് അറൌണ്ട് ദ വേൾഡ് ഇൻ 2021 കണക്ക് വെച്ച് നോക്കുമ്പോൾ, യു ജസ്റ്റ് ഇമാജിൻ ദിസ് വൺ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ 90 മില്യൺ ആൾക്കാർക്ക് ഡയബറ്റിക് ആണ്. വെസ്റ്റേൺ പസഫിക്കിൽ 206 മില്യൺ ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഉണ്ട്, ഡയബറ്റിക്. ആഫ്രിക്ക 24 മില്യൺ, മിഡിൽ ഈസ്റ്റ് 73 മില്യൺ, യൂറോപ്പ് 61 മില്യൺ, South and Central America 32 million, then North America 51 million people are diabetic.
ഇറ്റ്സ് എന്താ പറയുക, ഒരു ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത്. സോ എന്ന് വെച്ചാൽ എവറി 5 സെക്കൻഡ് ഒരാൾ ഡയബറ്റിക് കാരണം മരിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ ഈ കണക്കുകൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ് ബേസിക്കലി, റൈറ്റ്? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് 463 മില്യൺ estimated people worldwide have diabetics, then 700 million by 2045. ഇത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ റിപ്പോർട്ടുകളാണ്. അതിൽ തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പനിക്കുള്ള ഗുണം എന്താണ്, ഇവർക്ക് എന്താണ് ഈ ബിസിനസ് കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്? ബിക്കോസ് ബയോകോണിന്റെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബയോകോൺ ഇൻസുലിൻ ഉണ്ട്, അതേപോലെ തന്നെ ഓറൽ ആന്റി ഡയബറ്റിക്സ് ഉണ്ട്. ഇതിന് ഈ ഒരു പിന്നെ ഡയബറ്റിക് എന്ന ആ ഒരു മേഖലയിൽ വരുമ്പോൾ ഓക്കെ, ദെൻ ബയോസിമിലർ ഇൻസുലിനും അവർക്കുണ്ട്. ഇങ്ങനെ 3 പ്രൊഡക്റ്റുകൾ അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ അവർ കൊടുക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ക്യാൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഇമ്പാക്ട് ഇൻ 2020 an estimated 19.3 million new cancer cases were diagnosed and 10 million death occurred worldwide. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 19.3 മില്യൺ ഓൾറെഡി ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, 10 മില്യൺ ഡെത്ത് ഓൾറെഡി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ബയോകോണിന്റെ പ്രൊഡക്റ്റ് എന്താണുള്ളത്? ബയോസിമിലേഴ്സ് അവർക്കുണ്ട്. ബയോകോൺ ഇസ് എ ലീഡിംഗ് പ്ലെയർ ഇൻ ഡെവലപ്പിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ബയോസിമിലർ വേർഷൻസ് ഓഫ് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ യൂസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്. അതൊരു വലിയ കാര്യം അവർക്കുണ്ട്. അഗെയിൻ അവർക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് തന്നെ അവർക്കുണ്ട്. തേർഡ് എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതിന്റെ ഗ്ലോബൽ ഇമ്പാക്ട് നോക്കുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എഫക്ട് മില്യൺസ് പീപ്പിൾ ഗ്ലോബലി വിത്ത് കണ്ടീഷൻസ് ലൈക്ക് എന്താണ്? ആർത്രൈറ്റിസ്, ബാക്കിയുള്ള ഈ മെഡിക്കൽ വേർഡ്സ്, ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് കോസിങ് സിഗ്നിഫിക്കൻറ്റ് ഡിസേബിലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ബർഡൻ. അപ്പൊ അതൊരു വലിയ പ്രോബ്ലം അവിടെ ഉണ്ട്. അവിടെയും ബയോകോണിന്റെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ബയോകോൺ ഓഫേഴ്സ് ബയോസിമിലേഴ്സ് ഫോർ വേരിയസ് ബയോളജിക്കൽ യൂസ്ഡ് ഇൻ ദ ട്രീറ്റിംഗ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ദെൻ ലാസ്റ്റ് എന്താണ്? ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ബേസിക്കലി ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്ന ഡിസീസുകൾ. ഓക്കെ, അതിൽ HIV AIDS പോലത്തെ സംഗതികൾ, മലേറിയ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുള്ള ബേസിക്കലി അങ്ങനത്തെ ഡിസീസുകൾ ഉണ്ടെങ്കിൽ അതിലും ഇവർക്ക് ബയോസിമിലേഴ്സ് ഉണ്ട്. വാക്സിനുകൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരുടെ ബിസിനസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ ഇവിടുന്ന് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടത് കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള ബിസിനസ്സിന് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ബാക്കിയുള്ള അതിന്റെ പ്രൊഡക്റ്റ് സെഗ്മെന്റ് എന്തൊക്കെയാണ്, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇനി എന്തൊക്കെയാണ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഈ കമ്പനിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സെർച്ച് ഞാൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ബയോകോൺ ബയോളജിക്സ് പാർട്ട്നർഡ് വിത്ത് സാൻഡോസ് ഓസ്ട്രേലിയ for the commercialization of 2 biosimilars in February 2024. 2 ബയോസിമിലേഴ്സിനെയും കൂടി കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവരും സാൻഡോസ് ഓസ്ട്രേലിയയും കൂടെ നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബയോകോൺ ലിമിറ്റഡ് റിസീവ് ടെൻറ്റേറ്റീവ് അപ്രൂവൽ ഓഫ് SANDA ഫോർ ഡാസ്റ്റിം ടാബ്ലറ്റ്സ് ഫ്രം ദ US FDA. അതിലും ഒരു കാര്യം എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. അതിൽ ഈ പറയുന്ന MGകളിൽ വേറെ 20 mg മുതൽ 140 mg വരെയുള്ള ടാബ്ലറ്റുകൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലുക്കീമിയ അഡൽട്ടിൽ ഈ പറയുന്ന വലിയൊരു പേരാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു അസുഖത്തിന്റെ പേരെന്ന് പറയുന്നത്. അതിൽ ലാസ്റ്റ് ഇവിടെ കാണുന്നുണ്ട് ലുക്കീമിയ ഇൻ അഡൾട്ട്സ്. അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഈ പറയുന്ന സംഗതി. ഓക്കെ, അതും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇവരുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് പ്ലാൻ അല്ലേ. ആ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് 5 API മാനുഫാക്ചറിങ് പ്ലാൻസ് ആണ് ഇവർക്കുള്ളത്. ഇന്ത്യ ടു കാറ്റർ 120 കൺട്രീസ് അക്രോസ് ദ വേൾഡ്. 120 കൺട്രിയിലേക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 API മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവർക്ക് ഉണ്ട്. അതിൽ നിങ്ങളിവിടെ കാണുന്ന ഇതിന് ഈ പറയുന്ന പ്ലാന്റുകൾക്കെല്ലാം താഴെ കാണിക്കുന്ന US FDA, FMA ഈ പറയുന്ന എല്ലാ അപ്രൂവലുകളും കിട്ടിയിട്ടുള്ള പ്ലാന്റുകളാണ്. എന്ന് വെച്ചാൽ അവർ ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ടൊന്നും ഇതുപോലത്തെ അപ്രൂവലുകൾ അവർക്ക് കിട്ടില്ല. അപ്പോൾ ഇവരുടെ ബാംഗ്ലൂരിലെ പ്ലാന്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബയോകോൺ പാർക്ക് ബാംഗ്ലൂർ, ഇത് രണ്ടാമത്തെ അവിടെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റാണ്. ദെൻ ഹൈദരാബാദിലുള്ള ഒരു പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ദെൻ അഗെയിൻ വിശാഖപട്ടണത്തിൽ ഒരു പ്ലാന്റ് ഇവർ ഓൾറെഡിയും ഇവർക്കുണ്ട്. അതുകൂടാതെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ അടുത്ത ഒരെണ്ണം വരാൻ പോകുന്നതാണ് വിശാഖപട്ടണത്തിൽ ബയോകോൺ ലിമിറ്റഡിന്റെ വിശാഖപട്ടണം ന്യൂ പ്ലാന്റ്. ഓക്കെ, ഈ ഒരു കാര്യം അപ്കമിങ് ഗ്രീൻഫീൽഡ് ഫെസിലിറ്റി സ്പ്രെഡ് ഓവർ 50 ഏക്കേഴ്സ്, 50 ഏക്കറിലുള്ള ഗ്രീൻഫീൽഡ് ഫെസിലിറ്റിയാണ് ഇവരിപ്പോൾ ഇനി കൺസ്ട്രക്ഷൻ
ഓൺ ഗോയിങ് കൺസ്ട്രക്ഷനിൽ ഉള്ളത്. ഓക്കെ, മുകളിൽ കണ്ടത് എന്താണ്? ഓൾറെഡി വർക്കബിൾ ആയിട്ടുള്ള, ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഇതെല്ലാം. താഴെ നിങ്ങളിപ്പോൾ കണ്ടത് പുതിയതായിട്ടൊരു ഫെസിലിറ്റി ഇവർക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതും 50 ഏക്കറിലുള്ള. ഓക്കെ, അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ സ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ കമ്പനി പുതിയ പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ വെറുതെ അങ്ങ് ചെയ്യില്ലല്ലോ. കാരണം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ലാതെ ഇതൊന്നും ഒരു കമ്പനിയും ചെയ്യില്ല. സോ എവറിത്തിങ് ഈസ് ഗുഡ് ഹിയർ, ഐ എം ടെല്ലിങ് യു. ഇവരുടെ റീസെന്റ് ആയിട്ടുള്ള അക്വിസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഐവ ഫാർമനെ ഇവർ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. $7.7 million ആണ് ഇവർ സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇതിലെന്താണ് ഈ ഫെസിലിറ്റിയിൽ ഇവർക്ക് 2 billion tablets capsule per year ഒക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ. 2 billion tablets capsules per year. ഓക്കെ, ഇതില് പിന്നെ ഹാസ് അക്വയർഡ് ഐവ ഫാർമ സോളിഡ് ഡോസേജ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ലൊക്കേറ്റഡ് ഇൻ ക്രാൻബറി, ന്യൂജേഴ്സി, US. അതുകൂടാതെ ഇവരുടെ രണ്ടാമത്തെ വലിയൊരു അക്വിസിഷൻ ആണ് ബയോകോൺ ബയോളജിക്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്സ് ഇന്റഗ്രേഷൻ ഓഫ് വിയാട്രിസ് ബയോസിമിലർ ബിസിനസ് ഇൻ 31 countries in Europe. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ഒറ്റ അക്വിസിഷൻ കൊണ്ട് ഇവര് 70 എമർജിംഗ് മാർക്കറ്റ് കൺട്രീസിൽ ഇവർക്ക് ഇവരുടെ ചോടുറപ്പിക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ ഇവരിതുകൊണ്ട് എയിം ചെയ്യുന്നത് വേൾഡിലെ ലീഡിംഗ് ബയോസിമിലർ കമ്പനി ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു വലിയ അക്വിസിഷനാണ് ഈ ഒരു അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഏകദേശം $3.35 billion ആണ് ഈ ഒരു അക്വിസിഷൻ കൊണ്ട് ഇവര് പിന്നെ ചെലവാക്കിക്കുന്ന ഒരു അക്വിസിഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ വലിയൊരു സാധ്യത ഇവർക്ക് തുറന്നു കിട്ടി. അങ്ങനെ ഒരു വലിയ കാര്യം ഈ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ ബിസിനസ് ഗ്രോത്ത് ആവുന്ന ബിസിനസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ പുതിയ പുതിയ അക്വിസിഷൻ കമ്പനി ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ എമൗണ്ടിൽ ഇവർ സ്പെൻഡ് ചെയ്യുന്നു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം കമ്പനിക്ക് ഒരു നല്ലൊരു വിഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ഇവർ എമർജിംഗ് മാർക്കറ്റാണ് ഇവർക്ക് മുമ്പിൽ തുറന്നു കിട്ടിയേക്കുന്നത്. ഏകദേശം 120 കൺട്രീസിലാണ് ഇവര് ഇപ്പോൾ ബയോകോൺ ലിമിറ്റഡ് അവരുടെ പ്രസൻസ് ഉള്ളത് ഇപ്പം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. സോ കമ്പനിയുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഗ്ലോബൽ ഇൻഡസ്ട്രി, ഗ്ലോബൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്. Pharmaceutical industry in India is expected to reach 65 billion by 2024. Okay, and to 130 billion by 2030. $130 billion ഡോളേഴ്സിന്റെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് വലിയ വലിയ എക്കണോമിസ്റ്റുകളുടെ ഒരു പഠനം നമ്മളോട് പറയുന്നത്. ഓക്കെ, വിത്ത് ഓവർ 200+ countries served by Indian pharma exports. ഒന്ന് ആലോചിച്ച് നോക്കണം, വിത്ത് ഓവർ 200+ countries served by Indian pharma exports. സോ ഇറ്റ്സ് നോട്ട് എ സ്മോൾ നമ്പർ. ഓക്കെ, നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ഇൻഡസ്ട്രി ഇനി വളരാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പീയൂഷ് ഗോയൽ സാറിന്റെ ഒരു റിപ്പോർട്ട്, അദ്ദേഹം കൊടുത്തൊരു ന്യൂസ് ആണ്. എന്താണ്? ഇന്ത്യാസ് എക്സ്പോർട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് റോസ് ടു 2.37 times in April, February 2022 and 23. ഇറ്റ്സ് എ ബിഗ് നമ്പർ, 2.37 times. ഓക്കെ, സോ അതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ രീതിയിൽ ഈ ബിസിനസ് വളരുന്നു എന്നാണ് ഈ നമ്പേഴ്സ് ഒക്കെ നമ്മളോട് പറയുന്നത്. അപ്പൊ ഇന്ത്യന്റെ ഫാർമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തേർഡ് ലാർജസ്റ്റ് ബൈ വോള്യം ആണ്. ഓക്കെ, തേർഡ് ലാർജസ്റ്റ് ബൈ വോള്യം ആൻഡ് ഓൾ ഓവർ ദ വേൾഡിലേക്ക് എന്ന് വെച്ചാൽ 100 കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേരുള്ളത് ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണ്. നമുക്ക് ഇന്ത്യക്ക് ഒരു പേരുള്ളത് ഫാർമസി ഓഫ് ദ വേൾഡ്. കാരണം ലോ കോസ്റ്റ് ആയിട്ട് മെഡിസിനുകളെ പ്രൊവൈഡ് ചെയ്യാൻ ഇന്ത്യക്കുള്ള അത്രയും കഴിവ് എന്താ പറയുക, ചൈനയ്ക്ക് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും ലോ കോസ്റ്റിൽ ഇത്രയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള സയന്റിസ്റ്റുകളൊക്കെ ഉള്ള ഒരു കൺട്രി, അത്രയും നല്ല രീതിയിൽ അതിനെ പുതിയ പുതിയ R&D ചെയ്ത് പുതിയ പുതിയ റിസർച്ചുകൾ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് അതിൽ ഇന്ത്യക്ക് ഒരു നല്ലൊരു പേര് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ട്. ഇനി ഇതിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്തായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ഡാറ്റ എടുത്ത് ഞാൻ കുറേ പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ ലിസ്റ്റ് ഓഫ് ദ കൺട്രീസ് ബൈ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ പെർ ക്യാപിറ്റ, അതാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. അതിൽ ഇന്ത്യന്റെ സ്ഥാനം എന്ന് പറയുന്നത്, ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം എത്രയാണ്? $57 PPP എന്ന് പറയാന്. ട്രിപ്പിൾ പി എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയും. അതിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? 57 റേഞ്ചിലാണ് ഇപ്പോൾ ഇന്ത്യ ഇരിക്കുന്നത്. അവിടെ കാണുന്നുണ്ട് 57 അല്ലേ, 57 ആണ് ഇന്ത്യക്കുള്ളത്. അത്രയും റാങ്കിങ് മാത്രമേ ഇന്ത്യക്കുള്ളൂ. ഇന്ത്യ അത്രയും ചെയ്യുന്നുള്ളൂ. പക്ഷേ വേറെ ഗ്ലോബൽ ആവറേജ് എത്രയാണ്? $689 ആണ്.
അതിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയ കൺട്രിയൊക്കെ മേലെ മേലെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ $689 ഏകദേശം $700 തന്നെ പിടിച്ചോളൂ. പക്ഷേ ഇന്ത്യ ഉള്ളത് എവിടെയാണ്? 57 റാങ്കിങ്ങിലാണ്. ഇന്ത്യ അത്രയും സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടുന്ന് വലിയ രീതിയിൽ ഇനിയും ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഇൻഡസ്ട്രിക്കേ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സും നോക്കാം. അപ്പോൾ 32,782 കോടി രൂപേൻ്റെ ഒരു കമ്പനിയാണ് ബയോകോൺ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സെയിൽസ് 1,857 കോടി രൂപ ഡിസംബർ ക്വാർട്ടറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 2020. 21 2,174 കോടി രൂപ, ദെൻ 2,941 ക്രോർ, ദെൻ 3,954 ക്രോർ. ഓക്കെ, ഹയസ്റ്റ് എവർ സെയിൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 187 കോടി രൂപ, 220 കോടി രൂപ ലാസ്റ്റ് ക്വാർട്ടറിനേക്കാളും കൂടുതലാണ്. ഇവിടെ -21 ക്രോർ, ദെൻ 753 ക്രോർ. അപ്പോൾ എന്താണ് ഈ മൈനസ് ഫിഗർ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം? അവിടെ നമ്മൾ അതർ ഇൻകത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു -271 ക്രോറിന്റെ വൺ ടൈം സെറ്റിൽമെന്റ് അവർ നടത്തിയിട്ടുണ്ട്. അതിൽ എന്ത് റീസൺ വേണമെങ്കിലും ആവാം. ഇതുപോലത്തെ കമ്പനികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡേറ്റ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ എന്ത് റീസൺ വേണമെങ്കിലും ആയിക്കോട്ടെ, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ലോസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ മൈനസ് ഫിഗർ ഇവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ 753 ക്രോർ എന്ന ഹയസ്റ്റ് എവർ നമ്പർ ഇവർക്ക് പോസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇവിടെ ഈ കൊടുത്തേക്കുന്ന മൈനസ് ഫിഗർ 271 എന്ന ആ ഒരു ഫിഗർ അവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ലോസ് അവർ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ 271 ക്രോർ എന്ന ഫിഗർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയേനെ. ഓക്കെ, അപ്പം അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെയും അടുത്ത നിങ്ങൾ ഈ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കൂടിയ നമ്പർ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 271 ക്രോറിൽ കൊണ്ട് ആ ഒരു മൈനസ് ഫിഗർ വന്നത് കൊണ്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ 753 ക്രോർ ഇവിടെ അടുത്ത ക്വാർട്ടർ എത്തിയപ്പോൾ അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ, ദർ ഇസ് നോ പ്രോബ്ലം. നൗ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2,086 കോടി രൂപ എന്ന സെയിൽസ് ഫിഗറിൽ നിന്നും 14,600 കോടി രൂപ എന്ന ട്രെയിലിംഗ് 12 മന്ത് ഫിഗറിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ ബിഗ് നമ്പർ. എത്ര വലിയ ജമ്പാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ദെൻ നെറ്റ് പ്രോഫിറ്റ് 338 കോടി രൂപയിൽ നിന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 1,489 കോടി രൂപ എന്ന ഹയസ്റ്റ് എവർ നെറ്റ് പ്രോഫിറ്റിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഈ ബിസിനസ് ഇവിടുന്ന് നല്ല പറക്കാൻ പോകുന്ന ഒരു ബിസിനസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ബിക്കോസ് സ്റ്റോക്ക് പ്രൈസ് താഴെയാണുള്ളത്. ഓക്കെ, സ്റ്റോക്ക് പ്രൈസ് ഈ നമ്പേഴ്സിനെ ജഡ്ജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇവിടുന്ന് ഈ ഒരു ഇപ്പൊ നിൽക്കുന്ന ലെവലിലല്ല ഈ സ്റ്റോക്ക് പ്രൈസ് നിൽക്കേണ്ടത്. അതിന് വേറെ റീസൺ കൂടിയുണ്ട്. ബിക്കോസ് ഞാൻ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതിന്റെ സ്റ്റോക്ക് പി ഇപ്പൊ എത്ര കാണിക്കുന്നത്? 27.4 എന്ന സ്റ്റോക്ക് പിയിലാണ് ഇപ്പൊ ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഇവർ ഈ പോസ്റ്റ് ചെയ്തേക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു ക്വാർട്ടർലി റിസൾട്ടിൽ 753 എന്ന നമ്പർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ 753 നമ്പർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഹയസ്റ്റ് എവർ നമ്പർ അല്ലേ. അടുത്ത ക്വാർട്ടർ എത്തുമ്പോൾ ഇതേ ഫിഗർ തന്നെ ഇതിനേക്കാളും കൂടാനാണ് സാധ്യത. കാരണം അവർക്ക് എല്ലാ ക്വാർട്ടറിലും അവർക്ക് പ്രോഫിറ്റിൽ ഇൻക്രിമെന്റ് ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ പോട്ടെ, ഈ 753 എന്ന നമ്പറിൽ തന്നെ ഇവര് അടുത്ത ഒരു 3 ക്വാർട്ടർ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇത് 27 ആണ് കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ PE 11 എന്ന റേഞ്ചിലായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ദാറ്റ്സ് എ വെരി സിമ്പിൾ കാൽക്കുലേഷൻ. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ റിസർവ് നോക്കിക്കഴിഞ്ഞാൽ 2,172 എന്ന ഫിഗറിൽ നിന്നും ഇപ്പോൾ 18,000 കോടി രൂപേന്റെ റിസർവ് ഫിഗർ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വന്തം പൈസ അവരുടെ അടുത്ത് അത്രയും കൂടുതലായിട്ടുണ്ട്. ദെൻ CWIP നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇത് നോക്കാം. ഫിക്സഡ് അസറ്റിൽ 34,634 കോടി രൂപേന്റെ ഫിക്സഡ് അസറ്റുള്ള കമ്പനിയായിട്ട് ഈ കമ്പനി മാറിയിട്ടുണ്ട്. ദെൻ 3,260 കോടി രൂപ നേരത്തെ നമ്മൾ കണ്ട അക്വസിഷൻ, നേരത്തെ നമ്മൾ ആദ്യം നമ്മൾ സംസാരിച്ച അക്വസിഷനും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയല്ലോ. രണ്ട് കമ്പനീസിന് അക്വസിഷൻ ചെയ്തിരുന്നു. പ്ലസ് വിശാഖപട്ടണത്തിൽ ഇവരുടെ ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു എന്താ പറയുക കറന്റ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. ഈ ഫിഗേഴ്സ് ഒക്കെ അതിനെ ജഡ്ജ് ചെയ്യുന്ന ഫിഗേഴ്സ് ആണ്. അതിനകത്തേക്ക് ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇവരുടെ ബോറോയിങ് നോക്കിക്കഴിഞ്ഞാൽ 18,000 കോടി രൂപ ബോറോയിങ് ഉണ്ട്. പക്ഷേ ഈ 18,000 കോടി രൂപയും ഇവർ ചെലവാക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന CWIPയിലും കാര്യങ്ങളിലൊക്കെയാണ് ഇവർ ചെലവാക്കുന്നത്. സോ ദാറ്റ് ഈസ് ജഡ്ജബിൾ. അതല്ല ഇനിയിപ്പോൾ ഇവർക്കിപ്പോൾ ഈ ബോറോയിങ് 18,000 ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് സ്വന്തം പൈസയും 18,000 തന്നെയുണ്ട്.
അപ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ദ കമ്പനീസ് എന്താ പറയുക ഫൈനാൻഷ്യൽ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആണ്, ദർ ഇസ് നോ പ്രോബ്ലം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് എനിക്കിത് കാണിച്ചു തരുന്നത്. സോ ടോട്ടലി എന്താ പറയുക ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ നമ്പേഴ്സോട് കൂടി ഇത്രയും നല്ലൊരു മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ബയോകോൺ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് നമുക്ക് അവൈലബിൾ ആണ്. എവിടെ അവൈലബിൾ ആണ്? ഇത്രയും ചെറിയ പ്രൈസിങ്ങിൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു വന്നോട്ടെ. കണ്ടില്ലേ, ഇവിടെ 273 എന്ന നമ്പറിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. ഇവിടെ തൊട്ട് ഇതിന്റെ ഇപ്പൊ ഇവിടെ തന്നെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേണിന്റെ ഫോർമേഷനും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. എന്താ ഇവിടെ നോക്കൂ, ഈ രീതിയിലാണ് ഇതിന്റെ കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ ഫോം ആയിരിക്കുന്നത്. അതിന്റെ തന്നെ നമ്മൾ ടാർഗറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ഇതിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അറിയാലോ. ഓക്കെ, ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 35% ടാർഗറ്റ് ഇവിടെ നിന്നുണ്ട്. അത് 35% മാത്രമാണോ? നോ, നെവർ. ഇത് ഈ കമ്പനി ഇവിടെ നിന്ന് ഇതിന്റെ ഹയസ്റ്റ് എവർ ലെവലിലേക്ക് ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇത് ഒരു 79% ഒരു പ്രോഫിറ്റ് തരാനുള്ള എല്ലാ സാധ്യതയും ഈ കമ്പനിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആണ് ബേസിക്കലി. ഇനിയും ഇതിനകത്ത് കുറച്ചുകൂടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. കുറച്ചുകൂടെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തിരിച്ച് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ എപ്പോഴും എന്താ പറയുക ബിസിനസ്സുകളെ മനസ്സിലാക്കേണ്ടതും. ഇപ്പം ഞാനൊരു ഫാർമ സെക്ടറിലൊരു ആളല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പാഷൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനോട് ഇത്ര ഉള്ളത് കൊണ്ട് എന്താണ്, കുറച്ചൊക്കെ ഞാൻ റിസർച്ച് ചെയ്യും, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഫാർമ സെക്ടർ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ റിസർച്ചൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെയാണ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, അതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ബിസിനസ്സിനെ മനസ്സിലാക്കാനും അതേപോലെ എന്താ പറയുക ട്രേഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, so thank you so much for watching this video. I'll see you with another one soon. Bye bye.